ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് മിനിയാന്ന് കട്ട് ചെയ്തിട്ട് കൊളായ പോലെ ആകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരെണ്ണം വെട്ടി അത് തയ്ച്ചിട്ട് പിന്നെ വെട്ടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ ഞാൻ വെട്ടുന്നത്. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ പെരുന്നാളിന് ഞങ്ങൾ 15 പീസ് നൈറ്റി തുണി ഞങ്ങൾ ബത്തേരി പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര വിലയാണ് കേട്ടോ, കൽപ്പറ്റത്തേക്കാളും വിലയാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കുമ്പോൾ അത് നഷ്ടമായിട്ട് വരും. എന്താ വെച്ചാൽ വണ്ടിക്കൂലി ലാഭം നോക്കി രണ്ടാളും മെനക്കെട്ട് പോകണ്ടേ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ബത്തേരിയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടപ്പോൾ പോയി നോക്കിയിട്ട് വില നോക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിപ്പോയതാണ്. പിന്നെ അവിടെ എത്തിയപ്പോൾ മൈൻഡൊക്കെ മാറി കേട്ടോ. അപ്പോൾ വില ചോദിച്ച് ഇറങ്ങാനുള്ളൊരു മടിയ കാരണം ഏതായാലും 15 പീസ് നമുക്ക് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടെടുത്ത്. സെലക്ഷനും അങ്ങനെ ഇല്ല കേട്ടോ. കൽപ്പറ്റയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട്. ഇവിടെ അങ്ങനെ സെലക്ഷനൊന്നുമില്ല, എന്നാൽ തുണികൾക്ക് നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ 15 പീസ് എടുത്തിട്ട് ഇറങ്ങി. അതിലുള്ളൊരു പീസാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ മാക്സിമം ഒരു 5-8 പീസോളം ചിലവായിട്ടുണ്ട് കേട്ടോ. ബാക്കി മുന്നേ കൊണ്ടുവന്നതൊക്കെയാണ് ചിലവായത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഏകദേശം 10-30 പീസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു 10-15 പീസിൻ്റെ അടുത്തേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നൈറ്റി വന്നിട്ട് നമുക്ക് ആദ്യം 2 എണ്ണം തയ്ച്ചിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള നൈറ്റിയാണ്. അപ്പോൾ ആദ്യം 2 എണ്ണം തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായപ്പോൾ പിന്നെ 2 എണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ട് തുണി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി തയ്ച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പെരുന്നാൾ അടുപ്പിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർക്ക് വേണം, നൈറ്റിൻ്റെ അളവൊക്കെ കൊടുത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി അത് എടുക്കാൻ കൽപ്പറ്റ പോകണം കേട്ടോ. അപ്പോൾ അവിടെ പോയി എടുക്കുകയാണ് നമുക്ക് ലാഭം. അപ്പോൾ 10-20 ഇപ്പോൾ ഈ നൈറ്റി കൊടുത്തതിൻ്റെ പൈസയൊക്കെ കുറച്ച് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് വേണം പോയിട്ട് എടുക്കാനായിട്ട്. ഒരു 10-20 പീസ് എങ്ങനെയും നോക്കണം, അല്ലെങ്കിൽ അജ്രക്കിൻ്റെ തുണിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൈക്കൂലി വന്നിട്ട് 100 രൂപയുള്ളൂ വാങ്ങുന്നത്. അപ്പോൾ നൈറ്റിയിൽ എന്തെങ്കിലും ലാഭം കിട്ടണം, നൈറ്റിയിൽ കിട്ടണം. അപ്പോൾ അത് ബത്തേരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോഫൻ്റെ കാലം. അപ്പോൾ രാവിലെ വേഗം ചോറും കറിയൊക്കെ ആവുന്നതുകൊണ്ട് വേഗം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ആ നൈറ്റി വന്നിട്ട് ഞാൻ തയ്ച്ചു കഴിഞ്ഞു കേട്ടോ. ഉച്ചയായപ്പോൾക്ക് ആ നൈറ്റി തയ്ച്ച് പിന്നെ ചോറൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഈ നൈറ്റി വെട്ടിയിട്ട് ഇതായിട്ട് കയറി പാതി തയ്ച്ചു കേട്ടോ. തയ്ച്ച സമയത്താണ് മോളെന്ത് ക്രോഷി തുന്നാന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് 2 ദിവസമായി അതുകൊണ്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ചവിട്ടി തുന്നുന്ന പോലെ എങ്ങനെയാണ് തുന്നുന്നതെങ്കിലും ഓള് ചവിട്ടിയൊക്കെ തുന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല, അതിൻ്റെ തുന്നാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പൗച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മഴയും വരുന്നുണ്ട്, നല്ല ചൂടാണ്. നൈറ്റി തയ്ച്ചിട്ട് വേഗം എണീച്ച് പോകണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഓൾ ഇതും കൊണ്ട് വന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ യൂട്യൂബിലൊക്കെ തരംഗമാണല്ലോ അത്. അപ്പോൾ ഈ ഇത് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ കെട്ടാനുള്ളൊരു കയറ് അതിൻ്റെ ഇങ്ങനെ ലൂപ്പിട്ടിട്ട് കെട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് ഓൾക്കത് ഞാൻ പിടിക്കുന്ന ഐഡിയയിൽ എയിമിൽ ഓൾക്ക് വരുന്നില്ല കേട്ടോ. ഞാൻ എത്ര കാണിച്ചു കൊടുത്തിട്ടും അതങ്ങനെ വരുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെ അതിരുന്ന് തുന്നി ഒപ്പിച്ചു. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ 2ാമത്തെ നൈറ്റി തയ്ക്കായിരിക്കും എനിക്ക് ഭയങ്കര മടിയായി കേട്ടോ. അപ്പോൾ ഒന്നൊരു ഉഷാറിലുള്ള തയ്പ്പൊന്നുമല്ല, ചൂടും നല്ല ചൂടും കാരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓള് ഇതിന് വന്നപ്പോൾ പിന്നെ ഓളെ പിന്നാലെ ഞാനിങ്ങോട്ട് നീച്ചു വന്നു കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും അത് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ മോട്ടർ വെച്ച് കാരണം മെഷീനിൽ തയ്ക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയും വന്നു. അപ്പോൾ ആ നൈറ്റി പിന്നെ കറണ്ട് വന്നപ്പോൾ ഞാനൊക്കെ തയ്ച്ച് മുഴുവനാക്കിയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയിട്ടോ. പിന്നെ അത് ഞാൻ മഴയൊക്കെ അല്ല, അപ്പോൾ മോന് നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നൂഡിൽസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നിന്നു. പിന്നെ അവൾ ഇത് കയറ് ശരിക്ക് തുന്നലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കേട്ടോ.
അപ്പോൾ പൗച്ചൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പൈസയൊക്കെ ഇട്ടിട്ടോള് അത് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ മഴയൊക്കെ അല്ല, അപ്പോൾ നൂഡിൽസും ചായയൊക്കെ ആയിട്ട് അങ്ങനെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.